ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മനുക്കുട്ടൻസ് കിച്ചണിലെ റെസിപ്പി എന്താണെന്നറിയോ? ബ്രെഡ് ഹൽവ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഹൽവ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈസി മെത്തേഡാണ്. എല്ലാവരുടെ വീട്ടിലും ബ്രെഡ് ഉണ്ടാവും. ഇതുപോലെ മിക്സിയിലിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തോളൂ. സൈഡൊന്നും കളയേണ്ട കാര്യമില്ല. ഇതുപോലെ അങ്ങോട്ട് പൊടിച്ചെടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് നീക്കി വയ്ക്കുക ആ പൗഡർ. പിന്നെ ഈ ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ബ്രെഡ് ഉണ്ടാക്കുന്നത്. കാണാത്തവർ കാണണം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിൽ ഒരു പാൻ വയ്ക്കാം. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം കുക്ക് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആദ്യം നമുക്ക് ഈ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഏറ്റവും ആദ്യം അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും കൂടി ഒരുമിച്ചിടരുത്. എന്തുകൊണ്ടെന്നാൽ അണ്ടിപ്പരിപ്പ് ഫ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷേ മുന്തിരി പെട്ടെന്ന് ഫ്രൈ ആവും. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരി കരിയാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് നീക്കി വയ്ക്കാം. ഇനി മുന്തിരി കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അത് പെട്ടെന്നാവും. അതും നമുക്ക് പാത്രത്തിലേക്ക് നീക്കി വയ്ക്കാം. ഇനി ബാലൻസ് നെയ്യുണ്ടല്ലേ, ബാലൻസ് നെയ്യില്ലെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചോളൂ കേട്ടോ. ഇതിലാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ബ്രെഡ് പൗഡർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം കുക്ക് ചെയ്യുക. നല്ലൊരു ഫ്രൈ ആയിട്ടുള്ള ഒരു മണം വരും. ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ചെറിയൊരു ബ്രൗൺ കളർ കൂടെ ആകും. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു പൗഡർ വേറൊരു പാത്രത്തിലേക്ക് നീക്കി വയ്ക്കാം. നല്ല മണമാണ് ഈ ബ്രെഡ് ഫ്രൈ ആകുമ്പോൾ. ഇനി നമുക്ക് വീണ്ടും സെയിം പാനിൽ തന്നെ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി സ്വീറ്റ് ബ്രെഡാണ്, അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. കുറവ് മധുരം ഇഷ്ടപ്പെടുന്നവർ കുറവ് ആഡ് ചെയ്യുക, കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരണം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി അതിൽ ചെറിയ ബബിൾസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ടൈമിലാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഈ ഒരു പരുവം വരുമ്പോൾ നമുക്ക് കുറച്ച് പാൽ ഓപ്ഷനിലാണ്. പാലല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വെള്ളം കൂടെ ചേർത്തോളൂ. പാലാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നെയ്യ് ആഡ് ചെയ്യണം. നെയ്യ് മസ്റ്റാണ് കേട്ടോ, അത് എന്തായാലും ആഡ് ചെയ്യണം. അതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. മീഡിയം ഫ്ലെയിമിലാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഏലക്കായ പൊടിച്ചതോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ്സ് അങ്ങനെ തന്നെയോ നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ? ആ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരും ഹൽവ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം നമുക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് ഹൽവ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. Bread halwa. Okay. Perfect. Okay. ब्रेड हलवा एक बहुत अच्छा डिश है. ब्रेड हलवा. ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചണിൻ്റെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം.
ഇന്ന് 2 പേരാണ് മണിക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് ബൂസ്റ്റ് ടീ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് രമ്യ അനൂപ്, മാധവരം, ചെന്നൈ, തമിഴ്നാടു. താങ്ക് യു രമ്യ. അടുത്തത് ബൂസ്റ്റ് ടീ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് വീണ നായർ, തേവര, എറണാകുളം. താങ്ക് യു വീണ. ഇനി നിങ്ങൾക്കും ഇതുപോലെ മണിക്കുട്ടൻസ് കിച്ചൺ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മണിക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോകൾ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.